So in this class we are discussing about module 4 നമ്മുടെ മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അക്കോർഡിംഗ് ടു അവർ 2024 സ്കീമിലുള്ള ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം മൊഡ്യൂൾ 4 ഫസ്റ്റ് ടോപ്പിക്കാണ്. അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദിസ് ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം. ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് മെയിൻലി പറയാം ഡേറ്റ അക്വിസിഷൻ. ഇതിൻ്റെ അകത്ത് വരുന്നത് ഡേറ്റ അക്വിസിഷൻ, ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഡേറ്റ പ്രസൻറ്റേഷൻ ഓർ ഡേറ്റ റെപ്രസെൻറ്റേഷൻ. അതായത് ഡേറ്റ നമ്മൾ തിരിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡേറ്റ അക്വയർ ചെയ്യണം. നമുക്ക് ഒരു സോഴ്സിൽ നിന്ന് ഡേറ്റ എടുക്കുക. രണ്ടാമത്തെ കേസ് ഡേറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്യുക നമുക്ക് വേണ്ട സ്യൂട്ടബിൾ ഫോമിലേക്ക്. 3 നമ്മൾ ആ ഡേറ്റ എന്ത് ചെയ്യണം, റെപ്രസെൻറ്റേറ്റ് ചെയ്യണം. ഓക്കെ, റെപ്രസെൻറ്റേറ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു ട്രാൻസ്ഫോമർ, ഒരു സിഗ്നൽ കണ്ടീഷണർ, ഒരു സ്കാനർ ഓർ മൾട്ടിപ്ലക്സർ, ഒരു സിഗ്നൽ കൺവേർട്ടർ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡിജിറ്റൽ റെക്കോർഡർ, ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു എന്തായാലും ഒരു ഡേറ്റ അക്വിസിഷൻ പ്രോസസ്സിനായിട്ട് നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ വേണം. അതായത് ഒരു ട്രാൻസ്ഡ്യൂസർ വേണ്ടി വരും. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു ട്രാൻസ്ഡ്യൂസർ വേണ്ടി വരും. അവിടെ നിന്ന് സിഗ്നൽ കണ്ടീഷണറിലേക്ക് പോകും. ഓക്കെ, അവിടെ നിന്ന് നേരെ ഒരു നമ്മുടേത് അനലോഗ് സിഗ്നൽ ആയിരിക്കുമല്ലോ, അപ്പോൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് പോവും. ഇനി ഡേറ്റ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിൽ ആണെന്നുണ്ടെങ്കിൽ നേരെ ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റിൽ തന്നെയാണ് നമ്മൾ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഡേറ്റ റെപ്രസെൻറ്റേഷൻ യൂണിറ്റിലാണെങ്കിൽ നമ്മുടേത് ഡിജിറ്റലാണ്. അതിൽ നിന്ന് നമ്മൾ അനലോഗ് കൺവേർട്ടറിലേക്ക് കൊടുക്കുന്നു. അവിടെ നിന്ന് നേരെ നമ്മുടെ ഡേറ്റ പോകുന്ന ഒരു സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റിലേക്ക് തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് വരുന്ന മെയിലിലുള്ള ഡേറ്റ നമ്മൾ സിഗ്നൽ കണ്ടീഷൻ ചെയ്ത് നമുക്ക് വേണ്ട ഫോർമാറ്റിലേക്ക് ആക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് വേറൊരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫോം എന്ന് പറയുന്നത് വേറൊരു ഫോമിലായിരിക്കും. ഓക്കെ, ആ ഫോമിലേക്ക് നമ്മൾ തിരിച്ച് റിവേർട്ട് ചെയ്ത് നമുക്ക് വേണ്ട ഫോമിലേക്ക് ആക്കുക. ആദ്യം നമ്മൾ ഡേറ്റ എ ടു ഡി കൺവേർട്ടറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോമാറ്റിലോട്ട് മാറ്റുകയാണ് ആദ്യത്തെ കണ്ടീഷനെങ്കിൽ. രണ്ടാമത്തെ കണ്ടീഷനെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് വേണ്ട ഫോർമാറ്റിലേക്ക് ഡേറ്റ മാറ്റുകയാണ്. അപ്പോൾ ഒരു സിമ്പിൾ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൻ്റെ എഴുതാൻ പറഞ്ഞാൽ ഇത്രയും ബേസിക് ആയിട്ട് എഴുതുക. ആൻഡ് ലാസ്റ്റ് നമ്മളിതിനെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ്, അതൊരു LED ആവാം, ഒരു LCD ആവാം, ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് വെച്ച് നമ്മൾ മാറ്റുന്നു. അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് ഐഡിയ ഇതിൻ്റെ വേണ്ടത്. അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഓക്കെ, ഒരു ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഒരു ലെവലിലേക്ക് ഡേറ്റേനെ മാറ്റുക. അതിനാണ് നമ്മളിപ്പോൾ ഒരു വോൾട്ടേജിനോ കറണ്ടിനോ ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് വേണ്ട വോൾട്ടേജ് ഇല്ലെങ്കിൽ ആ ഒരു കറണ്ട് റേഞ്ചിലേക്ക് മാറ്റുക. അതിനുശേഷം ഒരു സിഗ്നൽ കണ്ടീഷണർ ഉണ്ട്. സിഗ്നൽ കണ്ടീഷണർ വെച്ച് സ്കാനർ ഓർ മൾട്ടിപ്ലക്സറിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ആ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ സിഗ്നൽ കൺവേർട്ടർ അനലോഗ് ടു ഡിജിറ്റലിന് ആ അനലോഗിന് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുക. പിന്നെ ഒരു ഡിജിറ്റൽ റെക്കോർഡർ, ആ ഡിജിറ്റൽ വാല്യൂസിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ യൂണിറ്റിൻ്റെ ആയിട്ട് ഫംഗ്ഷൻ പഠിക്കാം. ആദ്യം വരുന്നത് ട്രാൻസ്ഡ്യൂസറാണ്. ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ എല്ലാ ഫിസിക്കൽ ഇൻപുട്ട് പാരാമീറ്റേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ. ഇവിടെ ട്രാൻസ്ഫോർമർ എന്ന് കൊടുത്തിട്ടുള്ളത്, ട്രാൻസ്ഫോമറും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു ട്രാൻസ്ഡ്യൂസർ വേണം. ട്രാൻസ്ഫോമർ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ വോൾട്ടേജിനെ കറണ്ടിനെ ഒരു പെർട്ടിക്കുലർ റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് ട്രാൻസ്ഡ്യൂസറിൻ്റെ കേസ് പറയാം. ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമ്മളൊരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റർ ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, ഡിസ്പ്ലേസ്മെന്റ് ആവാം, വെലോസിറ്റി ആവാം, ആക്സലറേഷൻ ആവാം.
അതെല്ലാം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിനെ നമുക്ക് വേണ്ട ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കുക എന്നുള്ള ആ ഒരു ഡ്യൂട്ടിയാണ് ട്രാൻസ്ഡ്യൂസർ ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ്. സിഗ്നലിനെ കണ്ടീഷൻ ചെയ്യുക. ഓക്കെ, നമ്മുടെ ട്രാൻസ്ഡ്യൂസർ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി നമുക്ക് തന്നു. ഈ ക്വാണ്ടിറ്റീനെ നമ്മൾ ഒരു സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഈ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ ഈ സിഗ്നൽ അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റണം. ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ടിനെ കൺവേർട്ട് ചെയ്യുക. അതാണ് മെയിൻലി ഒരു സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് ഒരു വീക്ക് ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട്, ട്രാൻസ്ഡ്യൂസർ ഇപ്പോൾ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയാണ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റുന്നത്. അപ്പോൾ അത് വീക്ക് ആവാം ആ സിഗ്നൽ. അപ്പോൾ അതിനെ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് വേണ്ടാത്ത സിഗ്നൽസിനെ, നോയ്സ് സിഗ്നൽസിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഔട്ട്പുട്ട്, അതിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ സിഗ്നൽ പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റുന്നു. ഓക്കെ, നമ്മൾ അതിനെ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യും, ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും, A to D കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യും. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു സിഗ്നലിനെ ബാലൻസ് ചെയ്യുക. അതായത് ആ ഫസ്റ്റ് ഡിവൈസിൽ നിന്ന് വരുന്ന, ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് വരുന്നത് നമ്മുടെ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് സ്യൂട്ടബിൾ ആക്കി മാറ്റുക. അതിൻ്റെ അകത്ത് വേണ്ടാത്ത നോയ്സ് സിഗ്നൽസിനെ ക്യാൻസൽ ചെയ്ത് ഫിൽട്ടർ ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ഇൻ എ ഫോം ദാറ്റ് ദ സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ്, signal processing unit can accept the output from the transducer. Okay, it includes all the balancing circuits and calibrating elements. അതിൻ്റെ അകത്ത് തന്നെ ബാലൻസിങ് സർക്യൂട്ട്സും അത് കാലിബ്രേറ്റ് ചെയ്യാനുള്ള എലമെൻസും എല്ലാം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ A to D കൺവേർട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വരുന്ന സിഗ്നൽസ് അനലോഗ് സിഗ്നൽസ് ആയിരിക്കും. ഈ അനലോഗ് സിഗ്നൽസിനെ നമുക്ക് പല പ്രോസസ്സിങ്ങിന് വേണ്ടിയും ഒക്കെ ആയിട്ട് നമുക്ക് ഡിജിറ്റലിലേക്ക് മാറ്റേണ്ടി വരും. അതിനാണ് നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ സ്കാനർ ഓർ മൾട്ടിപ്ലക്സേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. സ്കാനർ ഓർ മൾട്ടിപ്ലക്സേഴ്സ്. സ്കാനർ ഓർ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അനലോഗ് സിഗ്നൽസ്. ഒരേ അനലോഗ് സിഗ്നൽ ആണോ നമ്മുടെ ഡിവൈസ് അക്സെപ്റ്റ് ചെയ്യുന്നത്? അല്ല, പല ടൈപ്പ് ഓഫ് അനലോഗ് സിഗ്നൽസ് ഉണ്ട്. പല ടൈപ്പ് ഓഫ് അനലോഗ് സിഗ്നൽസ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇതിന് ഫീഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിനെ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ അനലോഗ് സിഗ്നൽസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളൊരു മൾട്ടിപ്ലക്സർ യൂസ് ചെയ്യുന്നത് അറ്റ് എ ടൈം. ഓക്കെ, ഇനി സിഗ്നൽ കൺവേർട്ടർ എന്താ ചെയ്യുന്നത്? സിഗ്നൽ കൺവേർട്ടർ നമ്മുടെ അനലോഗ് സിഗ്നൽ ആണല്ലോ ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് വരുന്നത്. അതിനെ കൺവേർട്ട് ചെയ്ത് കണ്ടീഷനിങ് ചെയ്യുന്നതും കൺവേർട്ട് ചെയ്യുന്നതും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അതാണ് നമ്മുടെ സിഗ്നൽ കൺവേർട്ടർ ചെയ്യുന്നത്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി മാറ്റും. Okay, analog signals is converted into its proportional digital signals. An A to D converter is given to a digital display. നമ്മുടെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ A to D കൺവേർട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അനലോഗ് ഡിസ്പ്ലേ ആണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ വെച്ച് ആ സിഗ്നൽസിനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. അടുത്തത് ഒരു ഓക്സിലറി എക്യുപ്മെൻറ്റ്. ഓക്സിലറി എക്യുപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ സിസ്റ്റം പ്രോഗ്രാമിങ്ങും ഡിജിറ്റൽ ഡേറ്റ പ്രോസസ്സിംഗ് ഫങ്ഷൻസും ഈ ഒരു ഓക്സിലറി എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് നടക്കുന്നത്. എന്തൊക്കെയാണ്? സിസ്റ്റം പ്രോഗ്രാമിങ്ങും ഡിജിറ്റൽ ഡേറ്റ പ്രോസസ്സിംഗ് ഫങ്ഷൻസും. ആ ഡിജിറ്റലായ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നതും ആ സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോഗ്രാമിങ്ങും ഓക്സിലറി എക്യുപ്മെൻറ്റിലാണ് നടക്കുന്നത്. അതൊരു സിംഗുലർ കമ്പ്യൂട്ടർ ആവാം, നമ്മുടെ ഒരു PC ആവാം, ഇല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആവാം. അതായത് നമ്മുടെ ആ ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ്. ഡിജിറ്റൽ റെക്കോർഡർ എന്താ ചെയ്യുന്നത്? ഡിജിറ്റലായിട്ട് വരുന്ന ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു ഫോർ ഫർദർ യൂസ്. ഡിജിറ്റൽ റെക്കോർഡർ ഇസ് യൂസ്ഡ് ഫോർ ദാറ്റ്. ഓക്കെ, ഡിജിറ്റൽ റെക്കോർഡർ എന്ന് പറയുന്നത് ഒരു CRO ആവാം, ഒരു DSO ആവാം, ഒരു കമ്പ്യൂട്ടറും ആവാം.
അപ്പോൾ അത്രയാണ് ആ ഒരു മെയിൻ പാർട്ടിൽ വരുന്നത്. ഇനി നമ്മൾ ട്രാൻസ്ഡ്യൂസറിലേക്കാണ് പോകുന്നത്.